ഒത്തുതീർപ്പ് നാടകത്തിനൊടുവിൽ CPI മന്ത്രിമാരും പങ്കെടുക്കുന്ന നിർണായക മന്ത്രിസഭായോഗം. PM ശ്രീ വിഷയം മന്ത്രിസഭായോഗത്തിൽ ചർച്ചയാകും. മന്ത്രിമാർ സെക്രട്ടേറിയറ്റിലേക്ക് എത്തി തുടങ്ങി. ഇന്ന് രാവിലെ ചേർന്ന ഇരു കക്ഷികളിലെയും ചർച്ചകൾക്കൊടുവിലാണ് CPI മന്ത്രിമാർ മന്ത്രിസഭയിൽ പങ്കെടുക്കുമെന്ന തീരുമാനത്തിലെത്തിയത്. വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി ശാലിനി ചേരുന്നുണ്ട്. ശാലിനി, ഈ ഒടുവിൽ ഈ ഒത്തുതീർപ്പ് നാടകത്തിനൊരു ക്ലൈമാക്സ് ആയിരിക്കുന്നു. മന്ത്രിസഭായോഗത്തിന് CPI മന്ത്രിമാർ ഒടുവിൽ എത്തിയിരിക്കുന്നു. ഏതൊക്കെ CPI മന്ത്രിമാരാണ് എത്തിയത്? എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ? അശ്വതി, നിർണായകമായിട്ടുള്ള മന്ത്രിസഭാ യോഗമാണ് സെക്രട്ടേറിയറ്റിൽ ആരംഭിക്കാൻ പോകുന്നത്. 3:30 ശേഷം ക്യാബിനറ്റ് ആരംഭിക്കുമെന്നുള്ളതാണ് നമുക്ക് നിലവിൽ അറിയാൻ സാധിക്കുന്നത്. അതായത് അശ്വതി സൂചിപ്പിച്ചതുപോലെ തന്നെ ഒത്തുതീർപ്പ് ശ്രമങ്ങൾ, ഒത്തുതീർപ്പ് ചർച്ചകൾ, അതിനൊക്കെ ഒടുവിലാണ് ഇപ്പോൾ CPI മന്ത്രിമാരടക്കമുള്ളവർ പങ്കെടുക്കുന്ന നിർണായക ക്യാബിനറ്റ് യോഗം ആരംഭിക്കാൻ പോകുന്നത്. പ്രത്യേകിച്ച് ഈ PMC അടക്കം വലിയ രീതിയിലുള്ള തർക്കങ്ങൾ, വിമർശനങ്ങൾ, ഇറങ്ങിപ്പോക്ക്, ഒപ്പം തന്നെ തർക്കങ്ങൾ, ഇതൊക്കെ നിലനിന്ന സാഹചര്യമുണ്ട്. ഇവരെ അനുനയിപ്പിക്കാനുള്ള നീക്കങ്ങൾ ഒരു ഭാഗത്ത് തുടരുകയും ചെയ്തു. ഇതിന് പിന്നാലെയാണ് CPI മന്ത്രിമാർ അവരുടെ നിലപാട് കഴിഞ്ഞ ദിവസം ആലപ്പുഴയിൽ അടക്കം അറിയിക്കുകയും ഒപ്പം തന്നെ CPIയുടെ സംസ്ഥാന സെക്രട്ടറി അടക്കമുള്ളവരും അത്തരത്തിലുള്ള പ്രതികരണങ്ങൾ മാധ്യമങ്ങൾക്ക് മുന്നിൽ നടത്തുകയും ചെയ്തു. ഒരു രീതിയിലും ഒരു പക്ഷേ കഴിഞ്ഞ കാലങ്ങളിൽ കണ്ടിട്ടില്ലാത്ത, രാഷ്ട്രീയ കേരളം കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള തർക്കങ്ങൾക്കും വിവാദങ്ങൾക്കും രാഷ്ട്രീയ ചടുലമായ നീക്കങ്ങൾക്കുമൊക്കെയാണ് CPI കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നിലപാട് അറിയിക്കുകയും ചെയ്തത്. ഇപ്പോൾ അനുരഞ്ജിത ചർച്ചകൾ പല കോണുകളിൽ നിന്ന് നടന്നു. മുഖ്യമന്ത്രി അടക്കമുള്ളവർ ഇടപെട്ടിട്ടും അതിന് ശാശ്വതമായ ഒരു പരിഹാരം ഉണ്ടായില്ല. ഇതിനൊടുവിലാണ് ഇപ്പോൾ നിർണായകമായിട്ടുള്ള ഒരു കാര്യം വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടി പറഞ്ഞത്, ഈ PM ശ്രീ മരവിപ്പിച്ച വിഷയം താൻ അറിഞ്ഞില്ല. കേന്ദ്ര ഫണ്ട് മാത്രം ലക്ഷ്യമാക്കി മന്ത്രി ശിവൻകുട്ടി മുന്നോട്ട് വെച്ച കരാറാണ്. അദ്ദേഹം അറിയാതെയാണ് ഈ കരാർ മരവിപ്പിച്ചത് എന്നൊരു വിവരം കൂടി ലഭ്യമാകുന്നുണ്ട്. മാത്രമല്ല, ഈ 3:30-ക്കുള്ള മന്ത്രിസഭാ യോഗത്തിന് ശേഷമേ കറക്റ്റ് തീരുമാനം അറിയാൻ സാധിക്കുകയുള്ളൂ എന്നും അറിയുന്നുണ്ട്. എന്താണ് അതിന്റെ വിശദാംശം? തീർച്ചയായും അക്കാര്യത്തിലൊരു വ്യക്തത ഇപ്പോഴും വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടി നൽകിയിട്ടില്ല. അദ്ദേഹം പറയുന്നത് പ്രകാരമാണെങ്കിൽ നിർണായകമായിട്ടുള്ള ഈ ഒരു ക്യാബിനറ്റിന് ശേഷമായിരിക്കും ഒരു അന്തിമ തീരുമാനം അക്കാര്യത്തിൽ ഉണ്ടാവുക എന്നുള്ളതാണ്. ഈ ധാരണാപത്രം മരവിപ്പിക്കാനുള്ള തീരുമാനം അംഗീകരിച്ചിരിക്കുകയാണ് CPI അടക്കമുള്ളവർ. ആ ഘട്ടത്തിൽ കൂടിയാണ് അതിപ്പോൾ ഈ യോഗത്തിൽ പങ്കെടുക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. CPIയുടെ എല്ലാ മന്ത്രിമാരും തലസ്ഥാന ജില്ലയിലുണ്ട്. ഇപ്പൊ നമ്മൾ ദൃശ്യങ്ങൾ കണ്ടതടക്കമാണെങ്കിൽ മന്ത്രി J ശിഞ്ചുറാണി, GR അനിൽ അടക്കമുള്ള മന്ത്രിമാർ ക്യാബിനറ്റിൽ പങ്കെടുക്കാനായി സെക്രട്ടേറിയറ്റിനുള്ളിലേക്ക് കടന്നിരിക്കുകയാണ്. എന്തായാലും ആ നിർണായക ക്യാബിനറ്റ് നടക്കുമ്പോൾ അവരുടെ നിലപാടുകൾ ഇന്നത്തെ യോഗത്തിൽ അറിയിക്കുകയും ചെയ്യും. അതിനുശേഷം ഏത് തരത്തിലുള്ള നടപടികളായിരിക്കും ഉണ്ടാക്കാൻ പോകുക എന്നുള്ള രാഷ്ട്രീയ കേരളം മുറ്റുള്ളത്. ഈ അടുത്ത കാലത്തെങ്ങും ഒരുപക്ഷെ ഒരു മന്ത്രിസഭാ യോഗം നടക്കുമ്പോൾ ഇത്രയധികം ചർച്ചകളോ അല്ലെങ്കിൽ ഇത്രയധികം കാര്യങ്ങളോ ഒന്നും തന്നെ ക്യാബിനറ്റുമായി സംബന്ധിച്ച് ഉണ്ടാകാറില്ല. പക്ഷേ PMC വിഷയം വന്നതിന് പിന്നാലെ, PMC ഒപ്പുവെച്ചതിന് പിന്നാലെ CPI എടുത്തിട്ടുള്ള നിലപാടുകൾ, CPI ഇതിൽ നിന്ന് വിട്ടുനിൽക്കുന്ന നിലപാടുകൾ, അക്കാര്യത്തിലാണ് ഇപ്പോൾ മന്ത്രിസഭാ യോഗം ശ്രദ്ധേയമാകുന്നത്. എന്തായാലും മന്ത്രിമാരെല്ലാം തന്നെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. നിർണായകമായിട്ടുള്ള മന്ത്രിസഭായോഗത്തിൽ മുന്നണി പോരാകും പ്രധാന ചർച്ച, PM ശ്രീ വിഷയം. പക്ഷെ അവിടെ ഒരു ശ്രദ്ധേയമായ കാര്യം എന്തെന്നാൽ, കുട്ടികളുടെ ഭാവി തുലാസിലാക്കുന്ന കാര്യം, അതിനെപ്പറ്റി ചർച്ച ചെയ്യാൻ ഈ മന്ത്രിസഭായോഗം തയ്യാറെടുക്കുമോ എന്നതാണ്. തീർച്ചയായും അത് തന്നെയാണ് ശരി. കാരണം ഏകദേശം 46 ലക്ഷത്തോളം വരുന്ന കുട്ടികളുടെ ഭാവി തുലാസിലാക്കിക്കൊണ്ടാണ് ഇപ്പോൾ ആ ധാരണാപത്രത്തിൽ ഇപ്പോൾ പുതിയൊരു നിലപാട് സർക്കാർ സ്വീകരിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ 1500 കോടിയോളം രൂപ എങ്ങനെ കേരളത്തിലേക്ക് കൊണ്ടുവരും, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ഒന്നും തന്നെ ഇപ്പോഴും വ്യക്തതയില്ലാതെ നിൽക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. അല്ലെങ്കിൽ ഇക്കാര്യത്തിൽ വിദ്യാഭ്യാസ മന്ത്രി അടക്കമുള്ളവർ സ്വീകരിക്കുന്ന നിലപാട് നിർണായകമാക്കുമെന്നുള്ളതിൽ സംശയമില്ല. എന്തായാലും നിലപാടുകൾ അറിയിക്കുക ക്യാബിനറ്റ് യോഗത്തിലാണ് എന്നുള്ളതാണ് അല്പസമയം മുമ്പ് മാധ്യമങ്ങൾക്ക് മുന്നിൽ വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടി പ്രതികരിക്കുകയും ചെയ്തു. ഒപ്പം തന്നെ ഈ CPI നിലപാട് കടുപ്പിച്ചതോടുകൂടിയാണ് ഇപ്പോൾ CPM ഈ ഉപാധി അംഗീകരിച്ചുകൊണ്ട് ധാരണാപത്രം അടക്കം മരവിക്കുന്ന രീതിയിലേക്ക് ഒരു നിലപാടിലേക്ക് എത്തിയത്. ഈ മരവിച്ചതടക്കമുള്ള അല്ലെങ്കിൽ ഈ ധാരണാപത്രം മരവിപ്പിച്ചതടക്കമുള്ള കാരണങ്ങൾ കാട്ടി കേന്ദ്രത്തിന് കത്ത് നൽകാനാണ് ഇപ്പോൾ സർക്കാർ തലത്തിൽ തീരുമാനമായിട്ടുള്ള കത്തിന്റെ കരട് MA ബേബി D രാജയ്ക്ക് കൈമാറുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും അനുകൂല തീരുമാനമായില്ലെങ്കിൽ മന്ത്രിസഭായോഗം ബഹിഷ്കരിക്കുമെന്ന നിലപാട് CPI കടുപ്പിച്ചതോടുകൂടിയാണ് ഇപ്പോൾ ഈ ഒരു കാര്യത്തിൽ CPM വഴങ്ങിയിരിക്കുന്നത്. എന്തായാലും ആ മുന്നണി പോരിനുള്ളിൽ അല്ലെങ്കിൽ LDFിനുള്ളിലെ ഈ മുന്നണി തർക്കങ്ങളുടെയും വിഭാഗീയതയും ഒക്കെ ഇരകളാകുന്നത് സാധാരണ വിദ്യാർത്ഥികളാണ് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. കാരണം വിദ്യാർത്ഥി പ്രസ്ഥാനമായ ABP
ഡി അടക്കമുള്ളവർ നിരന്തര പ്രതിഷേധം നടത്തിയും തെരുവിലിറങ്ങി സമരം ചെയ്തും ഒക്കെ നേടിയെടുത്തൊരു ഐതിഹാസിക വിജയം. ആ വിജയം അതിനുശേഷം പിന്നീടുണ്ടായ ധാരണാപത്രത്തിൽ എംഒയിലടക്കം ഒപ്പിട്ട സർക്കാർ നിലപാട് അതൊക്കെ സ്വാഗതാർഹമാണ് എന്ന് ADC അടക്കം അംഗീകരിച്ച് അതിൽ വലിയ രീതിയിലുള്ള സന്തോഷം അവർ പ്രകടിപ്പിക്കുന്ന സാഹചര്യത്തിൽ തന്നെയാണ് CPIക്ക് മുന്നിൽ മുട്ടുവഴക്കിക്കൊണ്ട് ഇപ്പോൾ മന്ത്രിസഭ അല്ലെങ്കിൽ CPMന്റെ മന്ത്രിമാർ ഇത്തരത്തിലൊരു നിലപാട് സ്വീകരിച്ചിരിക്കുന്നത്. എന്തായാലും ഈ നിർണായക യോഗത്തിൽ ഇത് അടക്കമുള്ള വിഷയങ്ങൾ ചർച്ചയാകും. മന്ത്രിമാരെല്ലാം തന്നെ എത്തിയിട്ടില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അല്പസമയത്തിനകം തന്നെ ഈ നിർണായക മന്ത്രിസഭാ യോഗം സെക്രട്ടേറിയറ്റിൽ ആരംഭിക്കും. മുഖ്യമന്ത്രി അടക്കമുള്ളവർ നേരിട്ട് ക്യാബിനറ്റിൽ പങ്കെടുക്കുന്നുണ്ട്. അതായാലും ഈ ഒരു യോഗം കഴിയുന്നതോടെ ഇക്കാര്യത്തിൽ വ്യക്തതയും നിലപാടും അറിയാൻ സാധിക്കും. ഏതൊക്കെ തരത്തിലുള്ള തർക്കത്തിലേക്ക് കാര്യങ്ങൾ പോവുകയാണെങ്കിൽ വലിയ രീതിയിലുള്ള രാഷ്ട്രീയ ചർച്ചകൾക്കായിരിക്കും ഇന്നത്തെ ഈ ക്യാബിനറ്റ് കഴിയുന്നതോടുകൂടി കേരളം ചർച്ച ചെയ്യാൻ പോകുന്നത്. എന്തായാലും നിർണായക ക്യാബിനറ്റ് യോഗം സെക്രട്ടേറിയറ്റിൽ ആരംഭിക്കാൻ പോവുകയാണ്.